ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു വ്യത്യസ്ത രുചിയിലുള്ള ബീഫ് വരട്ടിയതാണ് കേട്ടോ. അപ്പോൾ ബീഫ് വരട്ടിയത് ഇഷ്ടമുള്ളവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായിരിക്കും. ഇത് ഞാൻ ചെയ്തെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ അധികം വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തേങ്ങാപ്പാൽ ഓൾറെഡി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അധികം വെളിച്ചെണ്ണയൊന്നും ഇവിടെ ഒഴിക്കുന്നില്ല. തേങ്ങാപ്പാലിലാണ് ശരിക്കും ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അധികം താമസിയാണ്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ബീഫ് 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നെയ്യും എല്ലൊക്കെ ഉള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് ചെറിയ പീസാക്കിയിട്ട് എല്ലില്ലാത്ത ബീഫ് മുറിച്ച് വാങ്ങാം. ഇതിപ്പോൾ ചെറിയ പീസാക്കാൻ പറ്റില്ല, എല്ലുള്ള ബീഫായതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ തയ്യാറാക്കാം. അപ്പോൾ മസാല ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇവിടെ ഒരു പാന് ചൂടായപ്പോൾ അതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമുക്ക് ഇതിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു 8 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് 2 ടീസ്പൂണായിട്ട് മുഴുവൻ മല്ലിയാണ്. അപ്പോൾ 2 ടീസ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കുക. ഈ മുഴുവൻ മല്ലിക്ക് പകരം മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. മുഴുവൻ മല്ലി തന്നെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ബേ ലീവ്സാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പട്ട 1 കഷ്ണം, 4 ഏലക്കായ, 3 ഗ്രാമ്പു ഇതും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കരിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒന്നും ഇടണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് സ്ലോലി റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് പാകമായി കഴിഞ്ഞാൽ നല്ലൊരു മണം വരും. അതുമാത്രമല്ല ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പാകമായിട്ടുണ്ടെന്നുള്ളത്. ഈ കുരുമുളകിലേക്കൊക്കെ ഒന്ന് ചൂട് തട്ടിക്കഴിഞ്ഞാൽ ഈ കുരുമുളകൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ നമുക്കിത് പാകമായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം ഇത് മിക്സിയുടെ നമ്മളെ ചെറിയ ഗ്രൈൻഡറില്ലേ അതിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ചൂടോട് കൂടിയിട്ട് അടിച്ചെടുക്കണ്ട, ചൂടാറിയതിന് ശേഷം അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെറിയ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നമ്മൾ 1 മിനിറ്റ് കറക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബീഫിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് ഇപ്പോൾ ആ ബീഫിലേക്ക് ഞാനിവിടെ പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇനി 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്താൽ ഒരിക്കലും അധികം ആവില്ല. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഒരു നമുക്ക് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കുക. അപ്പോൾ കുറച്ചും കൂടിയും ഈ മസാലകളൊക്കെ ബീഫിൽ പിടിച്ചോളും. അല്ല പെട്ടെന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കർ നമുക്ക് വിസിൽ വരുത്താം. അതേപോലെ തന്നെ ഇത് കുക്കറിൽ നമുക്ക് വിസിൽ വരുത്തുമ്പോൾ നമ്മളെ ബീഫ് എടുക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ബീഫ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇരിക്കും കേട്ടോ എത്ര വിസിൽ വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ആവി വന്നു കഴിഞ്ഞാൽ ഞാനിവിടെ വെയിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു 4 വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫാക്കി ഇട്ടു. അപ്പോൾ ആ ചൂടിൽ തന്നെ വെച്ചു. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റായിട്ട് എനിക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് സ്റ്റവ് ആകുമ്പോൾ നമുക്ക് അതിന് കുറച്ച് ചൂട് തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 10-20 മിനിറ്റ് പ്രഷർ പോണ വരെ ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പോൾ ബീഫ് നല്ല സോഫ്റ്റായിട്ട് എനിക്ക് വെന്ത് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ച് നിങ്ങൾ എത്ര വിസിൽ വരണമെന്ന് തീരുമാനിക്കാം. 4 വിസിലിന് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും 1-2 വിസിൽ വരുത്താം കേട്ടോ. അപ്പോൾ ബീഫ് ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളം നോക്ക്, അധികം വെള്ളം
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ അധികം വെള്ളമൊന്നുമില്ല. പിന്നെ ഇതിലുള്ള കുറച്ച് വെള്ളമാണെങ്കിൽ കുറച്ച് കുറുകിയ ചാറാണുള്ളത്. അത് നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് വേറെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊന്നും വറ്റിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് മറ്റൊരു പാൻ സ്റ്റൗവിൽ വെക്കാം. അതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് സബോളയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സബോള ആവശ്യത്തിനുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. മീഡിയം സൈസ് സബോള ആയതുകൊണ്ട് ഞാനിവിടെ ഒരു 3 സബോള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയ സബോളയാണെങ്കിൽ നിങ്ങൾ 2 സബോള എടുത്താൽ മതി. അത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ സബോളയുടെ ഒപ്പം തന്നെ ചെറിയ ഉള്ളിയും വേണം കേട്ടോ. സബോള ഇട്ടുവെന്ന് വെച്ചിട്ട് ചെറിയ ഉള്ളി ഇടാണ്ടിരിക്കരുത്. അപ്പോൾ ഒരു പിടി ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് ഒരു പിടി ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയത് അതും ഇട്ട് കൊടുക്കുക. നമ്മൾ കുരുമുളകും ചുവന്നമുളകൊക്കെ ഇട്ട് കൊടുത്തു എങ്കിലും നമ്മൾ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില അത് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുക. ഒരു 4-5 തണ്ട് കറിവേപ്പില നമുക്ക് നല്ലപോലെ കഴുകിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സബോളയുടെ ഒക്കെ കളർ മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ബീഫിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സബോളയിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യം. 1/4 ടീസ്പൂൺ ഉപ്പ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സബോള നന്നായി വഴന്ന് കിട്ടുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഉപ്പ് പിന്നീട് എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കാം, നിങ്ങൾക്ക് പിന്നീട് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ പിന്നീട് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എനിക്ക് കറക്റ്റായിരുന്നു. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സബോളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ, തേങ്ങയുടെ 1-ാം പാൽ. അത് അധികം വെള്ളമില്ലാണ്ട് തീരെ വെള്ളമില്ലാണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്ന ആ കട്ടിപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ 1/2 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സബോളയിൽ കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ തേങ്ങാപ്പാലും ബീഫൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തണ പോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇത് കുറുകി വറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും. നമ്മൾ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ബീഫ് നല്ല ഫ്രൈ ആക്കി എടുക്കില്ലേ, അല്ലെങ്കിൽ ബീഫ് നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ നമുക്ക് നല്ലൊരു വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും ഒക്കെ വരില്ലേ, അതേപോലെ നമുക്ക് തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ആക്കുമ്പോൾ നമുക്ക് ശരിക്കും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ബീഫ് വരട്ടിയത് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടും. ഇത് വേണമെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല ബീഫ് ഫ്രൈ ആയിട്ട് മാറുകയും ചെയ്യും. വേണമെങ്കിൽ നമുക്ക് ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് തരുതരിപ്പായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്കറ്റ് വാങ്ങുന്നതല്ല, നമ്മൾ വീട്ടിൽ തരുതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തേങ്ങാപ്പാലൊക്കെ നല്ല പോലെ വറ്റിച്ച് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല പോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് അന്നൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ അധികം ഡ്രൈ ആക്കി എടുക്കണ്ട, ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും നെയ്ച്ചോറ് ൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് വരട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഷുവറാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.